കൊച്ചിയിലെ തിരക്കും ബഹളവും ഒക്കെ വിട്ട് നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് കുമ്പളങ്ങി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, കുമ്പളങ്ങി നൈറ്റ്സിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഭയങ്കര പീസായിട്ടുള്ളൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു JC ഡെൻ വില്ലയിലാണ് ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്. ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ്. തൊട്ട് മുന്നിൽ നമ്മൾ സ്റ്റേന് തൊട്ട് മുന്നിൽ കായലാണ്, നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോയി ഉടനെ കുറേ ഫോട്ടോ എടുക്കൽ പ്രഹസനം ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കയാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് നേരെ പോയി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വല്ലാത്തൊരു ഫീലാണ്. നല്ല തണുത്ത കാറ്റും വൈകുന്നേരവും തണുപ്പും ഒരു നല്ല ചായയൊക്കെ കുടിച്ച് അങ്ങനെ കയാക്കിങ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കയറി തുഴഞ്ഞ് വന്നപ്പോൾ സെറ്റായി. അതിനുശേഷം നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നല്ല കാറ്റുള്ളതുകൊണ്ട് ഇളങ്കാറ്റിൽ തേങ്ങാക്കൊല ആടുന്നുണ്ടോ എന്നൊക്കെ നോക്കായിരുന്നു കേട്ടോ. 2 ടൈപ്പ് വില്ല കേട്ടോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ വില്ലയുടെ ഉൾഭാഗമൊക്കെയാണത്. അങ്ങനെ ഞങ്ങൾ നൈറ്റായി അവിടെ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്ക് സ്റ്റേയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ഇൻക്ലൂഡ് ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ നൈറ്റായപ്പോൾ നല്ല അടിപൊളിയൊരു മഴ കിട്ടി കേട്ടോ. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. കായലിൽ ഇങ്ങനെ മഴ പെയ്യണം കണ്ട് 4 പുറം ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. നല്ലൊരു പ്രത്യേക ഫീലായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് അവിടെ ഇരിക്കാൻ. അങ്ങനെ രാവിലെ ആയപ്പോഴുള്ള ലുക്കാണത്. അപ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഒരു കാറ്റുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാറ്റ് പ്രത്യേകമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും കയാക്കിങ്ങിന് ഇറങ്ങി കേട്ടോ. കാരണം അവിടെ നിന്ന് മെയിനായിട്ട് അതായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടെ. പിന്നെ നല്ലോണം ചൂടടിച്ച് വെയിലടിച്ച് പൊള്ളണ കണ്ടപ്പോൾ മെല്ലെ നൈസിൽ ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോയി. ഒരു പ്രത്യേക ഫീലാണ്. ഒരു ഡേ നമുക്കൊരു ഭയങ്കര പീസായിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. BC ലൈഫിൻ്റെ ഇടയിൽ ഭയങ്കര കാമായിട്ടൊന്ന് പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ.